വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വർക്ക് എന്നുള്ളത് ദ പീസ് ഓഫ് സ്റ്റിംഗ് ബൈ ഗൈഡെ മപ്പസൻ എന്ന വർക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ദ പീസ് ഓഫ് സ്ട്രിങ് എന്ന സ്റ്റോറിയിൽ ഈ ഒരു റൈറ്റർ പറയുന്നുള്ളത് ഒരു ത്രിഫ്റ്റി പേഴ്സൻ്റ്, ഈ ഒരു മിതവ്യയമുള്ള കർഷകനെ പറ്റിയിട്ടാണ്. അദ്ദേഹം എന്നുള്ളത് ഒരു പീസ് ഓഫ് സ്ട്രിങ്, ഒരു ചരടിൻ്റെ കഷ്ണം എടുത്തതിന് ശേഷം, പിക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫാൾസായിട്ട് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു പോക്കറ്റ് ബുക്ക് സ്റ്റീൽ ചെയ്തതായിട്ട് കുറ്റം അദ്ദേഹത്തിൻ്റെ തലയിൽ ആരോപിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം വകവെക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പോക്കറ്റ് ബുക്ക് കിട്ടിയതിന് ശേഷവും തിരിച്ച് കിട്ടിയതിന് ശേഷവും വില്ലേജസ് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ആ ഒരു നിഷ്കളങ്കത വകവെക്കാതെ അദ്ദേഹത്തെ കുറ്റം ആരോപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ആരോപണം കാരണമായിട്ട് എന്താണ് ലാസ്റ്റ് സംഭവിക്കുന്നുള്ളത്, ലീഡിങ് ടു ഐസൊലേഷൻ ആൻഡ് ഡെത്ത്, അദ്ദേഹത്തിൻ്റെ മരണവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെടലിലേക്കാണ് ഇവരുടെ ഈ ഒരു കുറ്റാരോപണം കാരണമായിട്ട് അവസാനം അദ്ദേഹം എത്തിപ്പെടുന്നുള്ളത്. ഈ ഒരു സ്റ്റോറിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള തീം എന്നുള്ളത് തീംസ് ഓഫ് സോഷ്യൽ പ്രജുഡീസ്, സമൂഹത്തിൻ്റെ മുൻവിധി, അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻ, പ്രശസ്തി, അതുപോലെ തന്നെ സൊസൈറ്റീൻ്റെ ഇൻഡിവിജ്വൽ ലൈഫിലുള്ള ആ ഒരു ജഡ്ജ്മെൻറ്റ് കാരണമായിട്ടുള്ള ഡിവാസ്റ്റിംഗ്, വിനാശകരം. അപ്പോൾ ഇങ്ങനെയുള്ള തീംസാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഇനിയൊരു ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് പറയുന്നുള്ളത്. മൈട്രേ മലാൻഡൈൻ എന്നുള്ള ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ എന്നുള്ളത് ഈ ഒരു പെസൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, പെസൻറ്റിൻ്റെ എതിരാളിയാണ്. അതുപോലെ തന്നെ ആ ഒരു പെസൻറ്റ് സ്ട്രിങ് എടുക്കുന്നതായിട്ട് വിറ്റ്നസ് ചെയ്തു എന്ന് പറയുന്നുള്ളത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഫാൾസ് അക്യൂഷന് കാരണമായിട്ടുള്ള ക്യാരക്ടർ ഇദ്ദേഹമാണ്. ആ ഒരു കുറ്റാരോപണം നടത്തുന്നുള്ളത് ഈ ഒരു ക്യാരക്ടറാണ്. ഈ ഒരു പെസൻറ്റിനെ പറ്റിയിട്ടുള്ള കുറ്റാരോപണങ്ങൾ നടത്തുന്നുള്ളത് ഈ ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റായ വിവരങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളത്. വില്ലേജസ് എന്നുള്ളത് റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് ആ ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ ഒരു കമ്മ്യൂണിറ്റി ഏതാണ്, പെട്ടെന്ന് ജഡ്ജ് ചെയ്യുകയും അതുപോലെ തന്നെ ഫാൾസ് അക്യൂസേഷൻ, തെറ്റായ കുറ്റാരോപണങ്ങൾ നടത്തുകയും ചെയ്യുന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റി, തെറ്റായ കുറ്റാരോപണങ്ങൾ ബിലീവ് ചെയ്തിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയാണ് വില്ലേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. ആ ഒരു റോങ് പ്രൂവ് ചെയ്തതിന് ശേഷവും അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫാൾസ് അക്യൂസേഷനിലേക്ക്, തെറ്റായ കുറ്റാരോപണത്തിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്നുള്ള ജഡ്ജ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നുള്ള ആൾക്കാർ, അതിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് വില്ലേജസ് ആയിട്ട്. ദ പീസ് ഓഫ് സ്ട്രിങ് ബിക്കംസ് എ സിമ്പിൾ. ഈ ഒരു പീസ് ഓഫ് സ്ട്രിങ് എന്തിൻ്റെ സിമ്പിളായിട്ടാണ് മാറുന്നുള്ളത്, ആ ഒരു പെസൻറ്റിൻ്റെ നിഷ്കളങ്കതൻ്റെ ആ ഒരു സിമ്പിളായിട്ടാണ് ഈ ഒരു പീസ് ഓഫ് സ്ട്രിങ് മാറുന്നുള്ളത്. അതുപോലെ തന്നെ ഹോച്ചാക്കാരനെ എന്നുള്ള ഈ ഒരു പെസൻറ്റിൻ്റെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ മാനസിക അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം എന്നുള്ളത് വഷളാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് വഷളാകുന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പോരാടുന്നുണ്ട്. ഈ ഒരു പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മെൻ്റൽ അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്താണ് വശലാകുന്നുള്ളത്. അതുപോലെ തന്നെ വില്ലേജേഴ്സിന് ഈ ഒരു ഡിസ്ബിലീഫ് നേരിടാൻ വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രഗിളിലാണ് അദ്ദേഹത്തിൻ്റെ മെൻ്റൽ അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് വശലാകുന്നുള്ളത്. ഈ ഒരു കാരണമായിട്ട്, ഈ ഒരു സ്ട്രഗിൾ കാരണമായിട്ട് ലാസ്റ്റ് അദ്ദേഹം എത്തിച്ചേർന്നുള്ളത് ഏതിലേക്കാണ്, അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.